ഓം പരാശരേഷ്ഠായ നമഃ. എല്ലാവർക്കും വണക്കം. തുലാം രാശിയിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കാണാം. തുലാം ലഗ്നം എന്നത് കാലപുരുഷന്റെ 7ാം രാശിയാണ്, 7ാം ഭാവമാണ്. ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ട് തന്നെ തുലാം ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്നേഴ്സ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലവേഴ്സ്, നിങ്ങളുടെ ലിവിങ് പാർട്ട്നേഴ്സ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ഓടി നടക്കുന്നതിനും എല്ലാം ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നവരും ആയിരിക്കും നിങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്നവരായിരിക്കാം നിങ്ങൾ. മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവും. അപ്പോഴും ഇവിടെ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ 4ാം ഭാവമായിട്ടുള്ള അമ്മയെയോ 9ാം ഭാവമായിട്ടുള്ള അച്ഛനെയോ ഒക്കെ മറക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ മറക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബത്തെ മറന്നുപോലും നിങ്ങൾ, അച്ഛനും അമ്മയെ മറന്നുപോലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തുലാം രാശിയിലാണ് ജനിച്ചതെങ്കിൽ, തുലാം ലഗ്നത്തിലാണ് ജനിച്ചതെങ്കിൽ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിക്കുകയും വളരെ സ്വാർത്ഥമായിട്ട് ജീവിക്കുകയും അധികാര പദവിയിൽ വരികയും വളരെ അധികാരത്തോടു കൂടി ജീവിക്കുകയും ഏതെങ്കിലും ഭരണത്തിന്റെ തലപ്പത്തോ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളുടെ തലപ്പത്തോ ഇരിക്കുകയും ചെയ്തിട്ട് ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ലൈഫ്, കാരണം മിങ്കിൾ ചെയ്യാൻ പറ്റാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു ഭരണ തലവനോ ആയിരിക്കുമ്പോഴും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടുള്ള കാര്യത്തിൽ ലിമിറ്റേഷൻ ഉണ്ടാവും. അത്തരത്തില് എല്ലാവരുമായിട്ടും വളരെ മിങ്കിൾ ചെയ്ത് ഒരു എന്റർടൈൻമെന്റോട് കൂടി ഒരു ജോളിയോടുകൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ മുൻജന്മത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവസാന കാലമായപ്പോഴത്തേക്കും അധികം പേര് നിങ്ങളിലേക്ക് ഒപ്പമില്ലാതിരിക്കുകയും ഒരു ഒറ്റപ്പെട്ട തരത്തിലുള്ള, വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമുള്ള ഒരു ഒറ്റപ്പെട്ട തരത്തിലുള്ള ജീവിതം അനുഭവിക്കുകയും ചെയ്തതുകൊണ്ട് വരുന്ന ജന്മത്തില് എല്ലാവരുമോടും ഒത്ത് ജോളിയായിട്ട് ജീവിക്കണമെന്നും മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നടക്കണമെന്നും അതുകൊണ്ട് തനിക്ക് ഒരു നല്ല സോഷ്യൽ ലൈഫ് ഉണ്ടാവണമെന്നും ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കണം നിങ്ങൾ തുലാം ലഗ്നത്തിൽ വന്ന് ജനിച്ചത്. പ്രത്യേകിച്ചും ഈ ലഗ്നത്തിൽ ജനിച്ചവര് വളരെയധികം സൗന്ദര്യം നല്ല രീതിയിൽ നിലനിർത്തുകയും നല്ല ബോഡി ബിൽഡിങ്ങും നല്ല എക്സസൈസും ഒക്കെ ചെയ്ത് ശരീര സൗന്ദര്യവും പല കോസ്മെറ്റിക്സും മുതലായ കാര്യങ്ങൾ ഉപയോഗിച്ച് മുഖ സൗന്ദര്യവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിലനിർത്തുകയും പലതരത്തിലുള്ള വളരെ ലൈഫ് സ്റ്റൈൽ അക്സസറീസ് ഒക്കെ നല്ലവണ്ണം ഉപയോഗിക്കുകയും നല്ല ഫോണ്, നല്ല വാച്ച്, നല്ല ചെരുപ്പ്, നല്ല ഡ്രസ്സൊക്കെ എപ്പോഴും ഇടാനായിട്ട് ആഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും നല്ല തൊഴിലിൽ വരികയും ആ തൊഴിലിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയും ആ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തൊഴിലിന് വേണ്ടി വളരെയധികം റെസ്പോൺസിബിലിറ്റിയോടുകൂടി നല്ലവണ്ണം ഓടി നടന്ന് പ്രവർത്തിക്കാനൊക്കെ ഇഷ്ടപ്പെടുകയും അതൊക്കെ ചെയ്യുന്നവരും ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തുലാം ലഗ്നത്തിൽ ജനിച്ചവര് എപ്പോഴും കൂടുതൽ ഒരു സോഷ്യൽ ലൈഫും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതവുമായിരിക്കും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തുലാം ലഗ്നത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ ആഗ്രഹമെന്നും ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടോ എന്നും നോക്കേണ്ടതാണ്. ആണെങ്കിൽ ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഏത് രാശിയിൽ ഇരിക്കുന്നുവെന്നും ഏത് ഗ്രഹവുമായിട്ട് ചേർന്നിരിക്കുന്നുവെന്നും എത്രാം ഭാവത്തിൽ ഇരിക്കുന്നുവെന്നും നോക്കിയിട്ടും ആ ഗ്രഹത്തിന്റെ ബലാബലങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് നിങ്ങൾക്കത് സാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇതിന്റെ സത്യം. അതാണ് നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം. ഇനി നിങ്ങൾ മേഷം, വൃഷഭം, മിഥുനം, കടകം, സിംഹം, കന്യ മുതലായ രാശികളിലാണെങ്കിൽ, മുന്നത്തെ പറഞ്ഞ രാശികളിലാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ മുന്നേ പോയി നോക്കിയാൽ ഓരോന്നും വരിസയായിട്ട് കാണാം. ഇനി വൃശ്ചികം എന്തായാലും ആരംഭിക്കുമ്പോൾ മീനം രാശികളുടെ ഫലമാണെങ്കിൽ ഇനി വരുന്നുണ്ട് തുടർന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് കാര്യങ്ങൾ ഒരു സീരിയസ് ആയിട്ട് 12 ഭാവങ്ങളും ലഗ്ന അടിസ്ഥാനത്തിൽ ജനിച്ച രാശികൾ കാലപുരുഷ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരോ മറ്റോ ആണെങ്കിൽ പല രഹസ്യമായിട്ടുള്ളതും ഡീപ്പായിട്ടുള്ളതായും പരാശര മെത്തേഡിലും ജൈമിനി മെത്തേഡിലും KP മെത്തേഡിലുമുള്ള പല കാര്യങ്ങളും നാഡി മെത്തേഡിലും ഒക്കെ ഉള്ള പല രഹസ്യ കാര്യങ്ങളും അടങ്ങിയ പല വീഡിയോകളും മുന്നേ ഞാൻ ലെങ്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയും വളരെ ലെങ്ത് ഉള്ള വീഡിയോസും ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശ്രേഷ്ഠായ നമഃ.